രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ രാധയുടെ പ്രണയം 181ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ലഭിക്കും. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതേ കണക്ക് എല്ലാ ബുധനാഴ്ചയും ശങ്കരാചാര്യ സ്വാമിയുടെ ഭജഗോവിന്ദത്തിന്റെ ക്ലാസ്സാണ്, ഒരിക്കലും അത് പാഴാക്കരുത്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ ജീവിതത്തിലൂടെയുള്ള പ്രണയവും കണ്ണീരും എല്ലാം കുതിർന്ന, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ജയദേവ കവിയുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ്. സാക്ഷാൽ ഒഡീഷയിലെ പുരി ജഗന്നാഥന്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. ഇനിയാണ് ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ, നിങ്ങളത് കേൾക്കുക. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ചിലർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്. ദൂരെ നിന്ന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വന്നാൽ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതുപോലെ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഈ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഒരു ഹിന്ദു അത് കേട്ടിരിക്കണം. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. രാധികാ കവചം 2 എണ്ണം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ട് വേണം 2 രാധികാ കവചവും ചൊല്ലിയിട്ടേ രാധാ സഹസ്രനാമം ചൊല്ലാവൂ. അത് രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികൾ ഇല്ലാതെ ഇട്ടിട്ടുണ്ട്. അതീവ വിശുദ്ധമായ രാധാ മാനസ തന്ത്രം ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ശ്രീബുദ്ധൻ്റെ, കൃഷ്ണൻ്റെ അവതാരമാണ് ബുദ്ധൻ. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഭക്തമീരയുടെ കഥയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് പിന്നെ പ്രചോദനം നൽകുന്ന മോട്ടിവേഷണൽ സ്പീച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ചാനലാണിത്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ദർശനം നൽകിയ എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. അതിനു മുമ്പേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, രാധാറാണിയുടെ ഗോലോക ഭക്തരുടെ ഗ്രൂപ്പ്. അതിനകത്ത് ഇപ്പം രാമായണത്തിൻ്റെ കിസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ഒന്നിൽ കൂടുതൽ പേര് വിജയികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്ന് നെറുക്കിട്ടാണ് 1, 2, 3 സമ്മാനങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നത്. ആ നെറുക്കെടുപ്പ് അതിലെ അംഗങ്ങൾ തന്നെയായിരിക്കും നടത്തുന്നത്, അല്ലാതെ ഞാനോ മറ്റൊരാളോ അല്ല. അതിലെ അംഗങ്ങൾ ഏതെങ്കിലും ഒരംഗം എന്താ പറയണ്ട ലൈവായിട്ടായിരിക്കും നെറുക്കെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് കാണാം. ഓരോരുത്തരുടെയും പേരെഴുതി എല്ലാവരെയും കാണിച്ചതിന് ശേഷം വേണം അത് മടക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരാളെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. കാരണം തികച്ചും അത് സത്യസന്ധമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അത് എടുക്കുന്നത് ഞാനോ മറ്റുള്ളവരോ ഒന്നും ആയിരിക്കത്തില്ല. ഗ്രൂപ്പിൽ ഇത് നടത്തുന്ന ആശയോ അവരാരും ആയിരിക്കില്ല. ഇതിനകത്തുനിന്ന് തന്നെ എന്താ പറയേണ്ടത്, ആ ഗ്രൂപ്പിലുള്ള കുറച്ച് മുതിർന്ന ആരെങ്കിലും ആയിരിക്കും അത് ലൈവായിട്ട് ആ നെറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിലുള്ളവരിപ്പോൾ എന്താ പറയേണ്ടത്, അവർ അഷ്ടപതി പാടുന്നുണ്ട്, നാരായണീയം പാടുന്നുണ്ട്, അങ്ങനെ ഭജഗോവിന്ദം പാടുന്നുണ്ട്, അങ്ങനെ അവർ ഈശ്വര മാർഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പാടുന്നതൊക്കെ ഞാൻ എൻ്റെ ഏതെങ്കിലും ചാനലുകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതിന് എൻ്റെ ഗ്രൂപ്പിലുള്ളവരെ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തത്തുള്ളൂ. ഗ്രൂപ്പിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ വിളിക്കുക. വിളിച്ചതിന് ശേഷം എന്താ പറയേണ്ടത്, ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒന്നുമില്ലെങ്കിലും ഓം രാധായേ സ്വാഗ എന്നൊരു വോയിസ് മെസ്സേജ്, അല്ലെങ്കിൽ രാധേ രാധേ ഓ രാധേ രാധേ, അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് എങ്കിലും ഒരു ദിവസം ഇടണം. ഇടാത്തവരെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ്. ഭക്തി കാര്യങ്ങളല്ലാതെ മറ്റൊന്നും അതിനകത്ത് അനുവദിക്കുന്നത് അല്ല. അതിനകത്ത് വന്ന് കിടന്നുകൊണ്ട് അടികൂടാനൊന്നും ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല. ഭക്തരുടെ ഭക്തി മാത്രം ആഗ്രഹിക്കുന്നവരുടെ ചാനലാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ രാധാറാണി അമ്മ വിരൽ തൊട്ട് അനുഗ്രഹിച്ചവർക്കും രാധാറാണി അമ്മ ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ ഈ ചാനലിൽ തുടരാൻ പറ്റൂ. അല്ലാത്തവർക്ക് അതിനകത്ത് അധിക നാൾ തുടരാൻ കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്നേരം ഞങ്ങൾക്ക് വേണ്ടി പാടിത്തന്ന, ഇപ്രാവശ്യം പാടിത്തന്ന ഗുരുവായൂരുള്ള കമലാകൃഷ്ണയാണ്. കമലാകൃഷ്ണ വളരെ മനോഹരമായി ആ അഷ്ടപതി പാടുകയാണ്. കേട്ടോളൂ, ആ രാധയുടെയും കണ്ണൻ്റെയും ലീലകളങ്ങനെ കമലാകൃഷ്ണ അതീവ ഹൃദ്യമായി ആലപിക്കുന്നത് കേട്ടുകൊള്ളൂ. അതിനുശേഷം നമ്മുടെ രാധയുടെ പ്രണയം ആരംഭിക്കും. രാധിക ജീവന കൃഷ്ണ ജനാർദ്ദന രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോപാല ദേവകി നന്ദന വസുദേവകി നന്ദന രാധിക ജീവന കൃഷ്ണ ജനാർദ്ദന രാധേ ഗോവിന്ദ രാധേ ഗോപാല രാധേ ഓ രാധേ രാധേ ഓ രാധേ രാധിക ജീവന. അപ്പോൾ രാധയുടെ പ്രണയം ആരംഭിക്കുകയാണ്.
അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ അത് കണ്ടിരിക്കണേ. അത്രമേൽ വിശുദ്ധമാണതെന്ന് പറയുന്നത്. അത് കണ്ടാൽ നിങ്ങൾ മറ്റൊരാളായി മാറും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 9645333999 വിളിച്ചാൽ മതി. അപ്പോൾ രാധാറാണിയുടെ വിവാഹമാണ്. അണിഞ്ഞ് ഒരുങ്ങി അതീവ സുന്ദരിയായി രാധാറാണി പന്തലിലേക്ക് കയറി കഴിഞ്ഞു അല്ലേ. മുഖം മൂടിക്കിടയിലൂടെ രാധാറാണി നോക്കുകയാണ്, എവിടെ തന്റെ കണ്ണൻ. അതോടൊപ്പം ഒന്നുകൂടി ഞാൻ പറയട്ടെ, സാക്ഷാൽ ശ്രീ രാധാറാണി എനിക്ക് പ്രത്യക്ഷമായി ദർശനം നൽകിയത് സ്വപ്നത്തിലല്ല. സാക്ഷാൽ രാധാറാണി എനിക്ക് സ്വപ്നത്തിലല്ല പ്രത്യക്ഷമായി ദർശനം നൽകിയതും എനിക്ക് തന്നിട്ട് പോയ ഒരു എന്താ പറയേണ്ടത്, അത് ഞാൻ അന്നേരം പറയാം. ആ അനുഭവം 2 വർഷമായിട്ടും മറ്റുള്ളവരെൻ്റെ കൂടെ നടക്കുകയാണ്. അത് പറയാൻ ഞാനത് പറയുകയാണ്. എനിക്ക് മാത്രമല്ല, അത് ശ്രദ്ധയോടുകൂടി കേട്ട് ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യുമെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും രാധാറാണിയുടെ പ്രത്യക്ഷ ദർശനം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ വിശുദ്ധമായ വീഡിയോ ഈ വരുന്ന വെള്ളിയാഴ്ച 31-ാം തീയതി ജൂലൈ 31-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് രാധാറാണി അനുഗ്രഹിച്ചാൽ കിട്ടും. അത് നിങ്ങൾ കേൾക്കുക, അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും രാധാജിയുടെ ദർശനം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങൾ നടത്തിത്തരണം, നിങ്ങൾ എനിക്ക് നടത്തിത്തരണം. എൻ്റെ ആഗ്രഹമാണ് എൻ്റെ രാധേ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ രാധാജിയുടെ ദർശനം കിട്ടണം, അല്ലാതെ എനിക്ക് മാത്രമല്ല. അങ്ങനെ നിങ്ങൾ ദർശനം വാങ്ങിക്കണം. കാരണം നമുക്കെല്ലാം ഗോലോകത്ത് വെച്ച് ഒന്നിച്ചിരുന്ന് ഭജന പാടണ്ടേ, അതിനു വേണ്ടിയാണ്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. രാധാറാണിയുടെ വിവാഹമാണ്. തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് അയൻ തന്നെയാണ്. ആ അയൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. അവൻ പേര് മാറ്റി വരികയാണ് എന്ന് വിചാരിച്ചാണ് രാധാറാണി നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മൂടുപടത്തിനിടയിലൂടെ നോക്കുന്നുണ്ട്, ഇല്ലേ, എവിടെ എൻ്റെ കണ്ണൻ. ആ സമയത്ത് വലിയ ഒരു ആരവം കേട്ടു. അതേ, അയൻ വന്നു കഴിഞ്ഞു, തന്നെ വിവാഹം കഴിക്കേണ്ട ആള് വന്നു കഴിഞ്ഞു. ആൾക്കാർ പൂക്കളൊക്കെ വാരി എറിയുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ക്ഷണിക്കാത്ത ഒരു അതിഥിയുണ്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ അമാവാസ്യയാണ്. അമാവാസ്യയും ഒരിടത്ത് വന്നിരുന്നു കഴിഞ്ഞു. അങ്ങനെ അയൻ പന്തലിലേക്ക് കയറി. അപ്പോൾ തൻ്റെ സ്വപ്നത്തിൽ വരുന്ന ആ കണ്ണനെ, ആ കറുമ്പനെ, ആ കള്ളക്കണ്ണനെ, 1000 നാമങ്ങളുള്ളവനെ, നാരായണനെന്നും ഗോവിന്ദനെന്നും കൃഷ്ണനെന്നും കണ്ണനെന്നും അങ്ങനെ നിരവധി വാസുദേവൻ, നിരവധി നാമങ്ങളുള്ളവനെ കാണാൻ കാത്തിരിക്കുകയാണ് രാധാജി പതുക്കെ തൻ്റെ മൂടുപടത്തിലൂടെ നോക്കി. ആ മൂടുപടത്തിലൂടെ നോക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അയനെ നോക്കി. അത് കണ്ട രാധാറാണി ഞെട്ടിത്തെറിച്ചു പോയി. അയ്യോ, ഇതല്ല എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ കണ്ണൻ, ഇതല്ല. അവൻ എന്നെ വഞ്ചിച്ചോ. ഇതാരാണ്? ഒത്ത ശരീരവും ദൃഢമായ മാംസപേശികളുമുള്ളവൻ എൻ്റെ അടുക്കൽ വന്നത് അതല്ല, ഒരു കാർമേഘവർണ്ണനാണ്. അവൻ മഞ്ഞപ്പട്ടുടയാടേ ധരിക്കൂ, അവൻ്റെ തലയിൽ മയിൽപ്പീലിയുണ്ട്. അവൻ ഇന്നലെ കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതല്ലേ രാധേ, നിന്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുമെങ്കിൽ അത് ഞാനായിരിക്കുമെന്ന്. എന്നിട്ട് എന്നെ വഞ്ചിച്ചു, എന്നെ ചതിച്ചു, എന്നെ മറ്റൊരാളുടെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു. എനിക്ക് വേണ്ട, എനിക്ക് ഈ വിവാഹം വേണ്ട, എനിക്ക് ഇയാളെ അല്ല കെട്ടേണ്ടത്. പക്ഷേ രാധാറാണിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ദേഹമെല്ലാം വല്ലാതെ കുഴഞ്ഞു വരുന്നത് പോലെ തോന്നി. രാധാറാണി വല്ലാതെ വിയർത്തുപോയി. ആ സമയത്ത് അയൻ കയറിക്കഴിഞ്ഞു. അതേ, വാദ്യമേളങ്ങൾ തുടങ്ങുകയാണ്. അതേ, പൂജാരിമാര് മന്ത്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആ മന്ത്രാർച്ചനയുടെ ഒരു ഘട്ടമെത്തിയപ്പോൾ മുഖ്യ പുരോഹിതൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അയൻ, ഇനി
താലി കെട്ടാൻ പോവുകയാണ്. രാധാറാണിയുടെ ഹൃദയമിടിപ്പ് കൂടി. രാധാറാണി പറഞ്ഞു, കണ്ണാ, നീ എന്നെ ചതിക്കുകയായിരുന്നു കണ്ണാ, നീ എന്നെ ചതിക്കുകയായിരുന്നു കണ്ണാ. ഇന്നലെയും നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഇന്നലെയും നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഓരോ വട്ടം വന്നിട്ട് പോകുമ്പോഴും നീ എൻ്റെ കിടക്കയിൽ മയിൽപ്പീലി വരെ ഇട്ട് അടയാളം കാണിക്കുമായിരുന്നു. എന്നിട്ട് ഇന്ന് മറ്റൊരാളുടെ അടുക്കലേക്ക് എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് നീ പോയില്ലേ, എറിഞ്ഞു കൊടുത്തിട്ട് നീ പോയില്ലേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണ. ഈ സമയത്ത് അയന്റെ കൈകളിലേക്ക് ആ താലി കൊടുക്കുകയാണ്, മഞ്ഞച്ചരടിൽ കോർത്ത താലി കൊടുക്കുകയാണ്. അയൻ ആ താലി എടുത്തു. വാദ്യമേളങ്ങൾ മുഴങ്ങി, നാദസ്വരങ്ങൾ മുഴങ്ങി. എല്ലാവരും കാത്തിരിക്കുകയാണ്. അയൻ രാധാറാണിയുടെ കഴുത്തിലേക്ക് ഇത് കൊണ്ടുചെന്നു. അവിടെ നിന്നുകൊണ്ട് രാധാറാണി വിളിച്ചു, നെഞ്ചുപൊട്ടി വിളിച്ചു, കൃഷ്ണ. നിൽക്കൂ. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. അയൻ ഞെട്ടിത്തെറിച്ചു പോയി. നിൽക്കൂ. എല്ലാവരും തിരിഞ്ഞു നോക്കി. ഒരു വൃദ്ധ ബ്രാഹ്മണൻ, നന്നായി നരച്ച താടിയും മുടിയുമുള്ള ഒരു ബ്രാഹ്മണൻ. പക്ഷെ അസാമാന്യമായ തേജസ്സാണ്. ആ ബ്രാഹ്മണൻ നടന്ന് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഹേ ജ്യോതിഷികളെ, ഹേ പുരോഹിതന്മാരെ, മുഹൂർത്തം കഴിഞ്ഞിരിക്കുന്നു. ഒരു നാഴിക കഴിഞ്ഞിരിക്കുന്നു. മുഹൂർത്തം അല്പം മുന്നോട്ട് പോയിരിക്കുന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റി. ഈ സമയത്ത് വിവാഹം കഴിച്ചാൽ അത് താലി കെട്ടുന്ന ആളിന്റെ ജീവൻ ആപത്തുണ്ടാക്കുമെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലേ? അപ്പൊ പുരോഹിതന്മാര് പറഞ്ഞു, ആരാണ് പറഞ്ഞത്? കൃത്യസമയത്ത് തന്നെയാണ് ഞങ്ങളിത് തുടങ്ങിയത്, കൃത്യസമയത്ത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ. അവരത്ഭുതപ്പെട്ടു പോയി. അതേ, ഈ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ ആ മുഹൂർത്തം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു, ജ്യോതിഷികളെ, നിങ്ങളാണ് ഇനി സംസാരിക്കേണ്ടത്. ഈ സമയത്ത് താലി കെട്ടിയാൽ എന്ത് സംഭവിക്കും? രാധാറാണി ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. എങ്കിലും രാധാറാണിയുടെ ഉള്ളിലൊരു സന്തോഷം, ഈ വിവാഹം അങ്ങ് മുടങ്ങി കിട്ടുമല്ലോ, എനിക്ക് ഇയാളെ വേണ്ട. അപ്പോഴാണ് ജ്യോതിഷികൾ ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു, അതെ, ഈ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞത് ശരിയാണ്. ഈ നിമിഷം വിവാഹം കഴിച്ചാൽ അത് കഴിക്കുന്നയാള് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അയൻ ഞെട്ടിവിറച്ചു. അമാവാസ്യയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവൾക്ക് സന്തോഷമായി. അപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത്? വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു, നിങ്ങളിൽ ഒന്നുകിൽ പ്രായം ചെന്നവരോ അല്ലെങ്കിൽ കുട്ടികളോ ഇതിനു പകരമായി താലി കെട്ടാമോ? ആ താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അയൻ പൂമാല അണിയിച്ച് പത്നിയാക്കി മാറ്റാം. അങ്ങനെ ഒരു വിധിയുണ്ട് ഇതിനകത്ത്. അപ്പൊ ജ്യോതിഷികൾ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷെ അയാൾക്ക് ജീവഹാനി സംഭവിക്കാം. പക്ഷെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് മന്ത്രങ്ങളൊക്കെയും പൂജകളും ചെയ്തു നോക്കാം. നിങ്ങളിൽ ആരാണ് തയ്യാറുള്ളത്? ഒരാൾ പോലും അതിന് തയ്യാറല്ല. അപ്പോൾ അയൻ പറഞ്ഞു, അപ്പോൾ ആ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു, അയാൾക്ക് പകരം ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ തയ്യാറാണോ? അയാൾ വൃദ്ധ ബ്രാഹ്മണനായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കണം. അപ്പോൾ ഓരോ അമ്മമാരും തൻ്റെ കുട്ടികളെ ചേർത്ത് വെച്ചു. കാരണം ഇതൊരു കൈവിട്ട കളിയാണ്. ഇതിലേക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കൊടുക്കില്ല. കല്യാണം ഏതാണ്ട് മുടങ്ങി എന്നൊരവസ്ഥയായി. ആ അവസ്ഥ വന്നപ്പോൾ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു, നോക്കൂ, സൂര്യ തേജസ്സുള്ള ഒരു കുട്ടി. ഈ കുട്ടി ഒരു സാധാരണ സ്ത്രീയല്ല. ഇതിന്റെ കല്യാണം മുടങ്ങാൻ പാടില്ല. ഇത് ദേവതാ സ്പർശമുള്ള ഒരു സ്ത്രീയാണ്. ആ കുട്ടിയുടെ കാലുകളിലെ രേഖ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം. ഇത് അസാമാന്യമായ ചൈതന്യമുള്ള
നാരായണന്റെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണിത്. ഇത് നാരായണ അനുഗ്രഹമുള്ള കുട്ടിയാണിത്. ഇതിന്റെ വിവാഹം മുടങ്ങിക്കൂടാ. അതുകൊണ്ട് ഈ കർമ്മം ഞാൻ തന്നെ നിർവഹിക്കാം. അതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ. കാരണം സൂര്യ തേജസ്സുള്ള ഈ കുട്ടി ദേവതകളെക്കാൾ ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ. അപ്പോൾ ജഡിലയും കുടിലയും മുന്നോട്ട് വന്നു. ഞങ്ങൾക്ക് സമ്മതമാണ്, ഞങ്ങൾക്ക് സമ്മതമാണ്. കാരണം അയന്റെ വിവാഹം മുടങ്ങാൻ പാടില്ല. അപ്പോൾ ആ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു, നിങ്ങൾ മാത്രം പോരാ, സമ്മതിക്കേണ്ടത് രാധയുടെ ഭർത്താവാകാൻ പോകുന്ന ഇയാളാണ്. അപ്പോൾ അയൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് സമ്മതമാണ്. കാരണം അയൻ എങ്ങനെയെങ്കിലും രാധയെ സ്വന്തമാക്കണം. ഇന്ന് തൻ്റെ വിവാഹം മുടങ്ങിയാൽ ഇനി ഒരിക്കലും തനിക്ക് രാധയെ കിട്ടുകയില്ല എന്ന് അയന് തോന്നി. അയൻ പറഞ്ഞു, സമ്മതമാണ്, സമ്മതമാണ്. അങ്ങ് താലി വെക്കുക, അതിനുശേഷം പൂമാല ഞാൻ ഇട്ടുകൊള്ളാം. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോൾ മറ്റു ജ്യോതിഷികൾ പറഞ്ഞു, വൃദ്ധ ബ്രാഹ്മണ, ഇത് അപകടം പിടിച്ചൊരു സംഗതിയാണ്, നിങ്ങളുടെ ജീവനെ വരെ ബാധിക്കും. അപ്പൊ വൃദ്ധ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കതറിയാം, ഇനി എനിക്ക് എന്ത് ജീവിതം? ഞാൻ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശരീരം ഇതുപോലുള്ള സൂര്യ തേജസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ത്യജിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെയാണെങ്കിൽ ചടങ്ങുകൾ നടക്കട്ടെ. ജഡിലെയും കുടിലെയും അയനും വന്ന് ആ വൃദ്ധ ബ്രാഹ്മണന്റെ കാല് തൊട്ടു വന്ദിച്ചു. രാധാജിയോട് പുരോഹിതന്മാർ ഈ വൃദ്ധ ബ്രാഹ്മണന്റെ കാല് തൊട്ട് വന്ദിക്കാൻ പറഞ്ഞു. രാധാജി ആ വൃദ്ധ ബ്രാഹ്മണന്റെ കാല് തൊട്ട് വന്ദിച്ചു. എങ്കിലും രാധാജിയുടെ ഉള്ളിൽ, ദൈവമേ, ഇതെന്തൊരു തലവിധിയാണ് എന്റേത്, ഇതെന്റെ ഒരു തലവിധിയാണ് എന്റേത്. ഒരു വൃദ്ധ ബ്രാഹ്മണനാണ് താലി കെട്ടാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണെങ്കിലും ഇതിന് ശേഷം അയൻ മാലയിടുമെങ്കിൽ പോലും എൻ്റെ കഴുത്തിൽ, എൻ്റെ കണ്ണൻ താലി കെട്ടേണ്ട കഴുത്തിൽ ഒരു വൃദ്ധ ബ്രാഹ്മണൻ. രാധാജിക്ക് ദേഹം കുഴഞ്ഞു വരുന്നത് പോലെ തോന്നി. ആ വൃദ്ധ ബ്രാഹ്മണൻ ഇതാ ചരടുകൾ എടുത്തു, മഞ്ഞ ചരടെടുത്തു. ആ മഞ്ഞ ചരടെടുത്ത് രാധാജിയുടെ കഴുത്തിനടുത്തേക്ക് കൊണ്ടുവന്നു. അതെ, വിവാഹം നടക്കാൻ പോവുകയാണ്. വാദ്യഘോഷങ്ങൾ മുഴങ്ങി, പൂക്കൾ വാരിവാരിയിട്ടു. ആ വൃദ്ധ ബ്രാഹ്മണൻ ഇതെടുത്തപ്പോൾ രാധാജി പറഞ്ഞു മനസ്സിൽ, ദൈവമേ, ഇതെന്തൊരു വിധിയാണ്, കണ്ണാ. രാധേ, രാധേ, രാധേ. എവിടുന്നാണ് ആ വിളി? മന്ത്രമധുരമായ വിളി. രാധാജി നോക്കി. രാധേ, നോക്കൂ, നിനക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. ഞാൻ തന്നെയാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. ഞാൻ വാക്കുപാലിക്കുകയാണ്. രാധാറാണി നോക്കി. അത് വൃദ്ധ ബ്രാഹ്മണനല്ല. മഞ്ഞപ്പട്ടുടുത്ത് തലയിൽ മയിൽപ്പീലി ചൂടിയ ആ പീതാംബരധാരി, മഞ്ഞപ്പട്ട്, ശിരസിൽ മയിൽപ്പീലി, കൗസ്തുവരത്നം, കഴുത്തിലിങ്ങനെ ആടുന്ന വനമാല, ചുറ്റും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്, സാക്ഷാൽ നാരദ മഹർഷി, പാർവതീദേവി, സകലരും അവിടെയുണ്ട്. ഒന്നിച്ചാണ് നിൽക്കുന്നത്. ബ്രഹ്മാവ് പുഞ്ചിരിച്ചു. ആ ചരടെടുത്തു കൊടുത്തത് ബ്രഹ്മാവാണ്. അതെ, പക്ഷേ ഇത് കാണാൻ പറ്റുന്നത് ഒരാൾക്ക് മാത്രം. അത് മറ്റാരുമല്ല, ആ സാക്ഷാൽ രാധാജിക്ക് മാത്രം. ബ്രഹ്മാവ് വളരെ മുമ്പേ അവിടെ വന്നിരുന്നു പുരോഹിതന്റെ വേഷത്തിൽ. അതെ, സാക്ഷാൽ ബ്രഹ്മാവ് അതെടുത്തു കൊടുക്കുകയാണ്. രാധാജിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശിവഭഗവാൻ പുഞ്ചിരിച്ചു. ശിവഭഗവാൻ 2 കൈകളെടുത്തു തൊഴുതു. പാർവതീദേവിയെ തൊഴുതു. അവര് തിരിച്ചും തൊഴുതു.
അതെ, ആ പീതാംബരധാരി ഒരു ചുവട് മുന്നേക്ക് വെച്ചു. വനമാല ഇങ്ങനെ ഇളം കാറ്റിലാടാൻ തുടങ്ങി. ആകാശത്ത് ദേവതകളെല്ലാം നിരന്നു നിന്നു. ആ മംഗളമുഹൂർത്തം സമാഗമമാവുകയാണ്. രാധാകൃഷ്ണ വിവാഹം. കൃഷ്ണൻ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി രാധയുടെ കഴുത്തിലേക്ക് ആ മഞ്ഞച്ചരട് കെട്ടി ഉച്ചത്തിൽ പറഞ്ഞു, മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കണ്ഠേ ബന്ധാമി സുഭഗേ ത്വം ജീവ ശരദശ്വദാ. അതേ, കൃഷ്ണൻ രാധയുടെ കഴുത്തിൽ താലി കെട്ടി. അതിനുശേഷം അവരുടെ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി. അവരഗ്നിക്ക് 7 തവണ വലം വെച്ചു. അതിനുശേഷം ആ വൃദ്ധ ബ്രാഹ്മണൻ രാധയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പോകാൻ സമയമായി. ഓർക്കുക, എൻ്റെ അനുവാദമില്ലാതെ ആർക്കും നിന്റെ ശരീരത്ത് തൊടാൻ കഴിയില്ല. രാധേ, ഇപ്പോഴും നീ സ്വപ്നത്തിലാണോ അതോ സത്യമാണോ എന്നൊരു തോന്നലുണ്ട്. വിഷമിക്കണ്ട രാധേ, വിഷമിക്കണ്ട. നിന്റെ മൂടുപടത്തിനിടയിലൂടെ നീ ധരിച്ചിരിക്കുന്ന ആ ചേരക്കുള്ളിൽ, നമ്മുടെ ഭാഷ പറഞ്ഞ ബ്ലൗസിനുള്ളിൽ മയിൽപ്പീലി ഉണ്ട്. നോക്കിക്കൊള്ളൂ രാധേ. ആ വൃദ്ധ ബ്രാഹ്മണൻ അവിടുന്ന് നടന്നു നീങ്ങി, പെട്ടെന്ന് അപ്രത്യക്ഷനായി. ആ സമയത്ത് അവിടെ നിന്ന പുരോഹിതൻ അയന്റെ കയ്യിലേക്ക് മാല കൊടുത്തു. അയന മാല ചാർത്തി. എല്ലാവരും നെടുവീർപ്പിട്ടു. ഓ, വിവാഹം നടന്നല്ലോ. പക്ഷെ ആ വിവാഹം നടന്നത് ഒട്ടും രസിക്കാത്ത ഒരാളുണ്ടായിരുന്നു. അമാവാസ്യയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വിവാഹം കഴിഞ്ഞു, എല്ലാവരും ആശംസകൾ നേർന്നു. രാധാറാണിക്ക് പിരിയാനുള്ള സമയമായി. രാധാറാണി പതുക്കെ നടന്ന് കീർത്തിമാതായുടെ അടുക്കൽ ചെന്നു. രാധാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. കീർത്തിമാത 2 കൈകളും കൊണ്ട് അനുഗ്രഹിച്ചു. മകളെ, നീ പോയിട്ട് വാ മകളെ. ഒന്നും എൻ്റെ മോള് വിഷമിക്കണ്ട. ദായിമ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടല്ലോ. വൃക്ഷഭാനുവിന്റെ അടുക്കൽ ചെന്നു, കാല് തൊട്ട് തൊഴുതു. വൃഷഭാനു ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ദീർഘ സുമംഗലീ ഭവ. ദായിമായുടെ അടുക്കൽ ചെന്നു. ദായിമായുടെ കാല് തൊട്ട് വന്ദിക്കാൻ പോയ നിമിഷം ദായിമ രാധാജിയെ പിടിച്ചുയർത്തി. വേണ്ട മോളെ, വേണ്ട മകളെ, ദായിമ നിന്റെ കൂടില്ലേ. ഒരു നിഴലായി എന്നും നിന്നോടൊപ്പം ആരുണ്ടായിരിക്കും? ദായിമ ഉണ്ടായിരിക്കും മകളെ. അതേ, അയന്റെ വാസസ്ഥലമായ ജാരറ്റിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ആ രഥം പുറപ്പെട്ടു. രാധാജി നിശബ്ദയായി അയന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അയന്റെ ശരീരം തൻ്റെ ദേഹത്ത് തൊടാതിരിക്കാൻ വേണ്ടി രാധാറാണി പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. ഒതുങ്ങി ഇരിക്കുകയാണ്. രാധാറാണിയുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ. രാധാറാണിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണ നീ ആരാണ്? നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? നീ ദൈവമാണോ കണ്ണ? അതാ നീ മാജിക്കുകാരനാണോ? പക്ഷേ എങ്കിലും കണ്ണ എൻ്റെ അടുക്കലിരിക്കുന്നത് നീയല്ലല്ലോ കണ്ണ. ഇന്നത്തെ ആദ്യ രാത്രി അപ്പോഴാണ് രാധാജിക്ക് ഓർമ്മ വന്നത്. ആ ബഹളത്തിൻ്റെ ഇടയിൽ മറന്നുപോയി. രാധാജി ചേലക്കുള്ളിലൂടെ നോക്കിയപ്പോൾ ആ മയിൽപ്പീലി തൻ്റെ നെഞ്ചോടൊട്ടിയിരിക്കുന്നു. രാധാജിക്ക് അത് മയിൽപ്പീലിയായിട്ടല്ല തോന്നിയത്. തൻ്റെ കണ്ണൻ തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നു. ശരിക്കും ആ സമയത്ത് രാധാജിക്ക് ഒരാനന്ദ കണ്ണീരുണ്ടായി. കണ്ണുനീർ കണ്ണിലൂടെ ഒലിച്ചിറങ്ങി. എൻ്റെ കണ്ണൻ സാധാരണക്കാരനല്ല. ഇതൊക്കെ അയൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിൽക്കുകയാണ്. അയൻ എന്തു ചെയ്തു? തന്റെ വസ്ത്രാഞ്ചലമെടുത്ത് രാധാജിയുടെ നെറ്റിയിലെ വിയർപ്പുകൾ ഒപ്പിച്ചു. അതേ കണക്ക് കണ്ണീരും ആ വസ്ത്രാഞ്ചലം കൊണ്ട് തുടച്ചിട്ട് പറഞ്ഞു, രാധേ, നിനക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന വിഷമമാണില്ലേ? നിനക്ക് നിന്റെ മാതാവിനെയും പിതാവിനെയും വേർപിരിയേണ്ടി വന്നതിലുള്ള വിഷമമാണില്ലേ? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട രാധേ, ഞാൻ നിനക്ക് വാക്കു തരുന്നു, എന്റെ സ്ഥലത്തെ ജാരറ്റിലെ ജനങ്ങൾ നിന്നെ വളരെയധികം സ്നേഹിക്കും. കുറച്ചു കഴിയുമ്പോൾ ബർസാനെ കുറിച്ച് നീ മറന്നുപോകും. അത്രയ്ക്ക് സുന്ദരമായിരിക്കും ഇവിടുത്തെ ജീവിതം. കരയാതെ രാധേ, കരയാതെ രാധേ, ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. രാധ അയാളെ തുറിച്ചു നോക്കി. ആ സമയത്ത് അയൻ അറിയാതെ അമാവാസിയെ ഓർത്തു. ദൈവമേ, ഇനി എന്താ സംഭവിക്കുന്നത്? ഇവള് സാധാരണ സ്ത്രീ അല്ല എന്ന് ആ വൃദ്ധ ബ്രാഹ്മണനും പറഞ്ഞു. ഇന്ന് അമാവാസ്യക്ക് ആദ്യ രാത്രി അവളോടൊപ്പം എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സുന്ദരിയെ തനിച്ചാക്കി, ഈ സുന്ദരിയെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? അമാവാസ്യ ഇവളുടെ ജ്വലിക്കുന്ന സൗന്ദര്യത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. പക്ഷേ ഞാൻ വാക്ക് കൊടുത്തു, എന്റെ കുട്ടി അവളിൽ വളരുകയും ചെയ്യുന്നുണ്ട്. അയൻ കണ്ണുകളടച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? അയന്റെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ഇന്നത്തെ രാത്രി, ആദ്യ രാത്രി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ സുന്ദരി, സൂര്യ സൗന്ദര്യമുള്ള സുന്ദരി, മറുവശത്ത് അമാവാസ്യ, എങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു കിടക്കും? എങ്ങനെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കും? ഒന്നും അറിയാൻ വയ്യാതെ അയന്റെ നെഞ്ചിടിപ്പ് കൂടി. അയൻ കണ്ണുകളടച്ച് ഇങ്ങനെ ചാരിയിരുന്നു. രാധാറാണിയാകട്ടെ അയൻ തന്നെ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകളിൽ ആദ്യം കണ്ടത് കാമാസക്തിയാണ്. രാധാറാണിക്ക് ചോദിക്കണമെന്നുണ്ട്, എന്റെ കണ്ണന് പകരം നീ എന്തിനാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ശരിക്കും നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുപോവുകയാണ്. കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എല്ലാവരും കൂടെ ചേർന്ന് ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ടുപോവുകയാണ്. രാധാറാണിയും കണ്ണുകളടച്ച് ചാരിയിരുന്നു. നേരം സന്ധ്യയോടടുത്തപ്പോൾ രഥം അയന്റെ വീട്ടിലെത്തി. അതോടെ എങ്ങും പടക്കങ്ങൾ മുഴങ്ങുന്ന ശബ്ദം കേട്ടു. ബാൻഡുമേളങ്ങൾ മുഴങ്ങി. രാധാറാണി രഥത്തിൽ നിന്നിറങ്ങി. ആളുകൾ തിക്കിത്തിരക്കി ബർസാനയുടെ രാജകുമാരിയെ കാണാൻ, ബർസാനയുടെ സുന്ദരിയെ കാണാൻ. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അവര് പരസ്പരം പറഞ്ഞു, അയൻ ഭാഗ്യവാനാണ്. എന്തൊരു സൗന്ദര്യമാണിത്, എന്തൊരു സൗന്ദര്യമാണിത്. ഇങ്ങനെ ഒരു സ്ത്രീ മനുഷ്യലോകത്തില്ല. ഇവർ ദേവതയാണ്, ഇവർ ദേവതയാണ്. രാധാറാണി രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ യശോദാമ്മ വന്ന് കൈക്ക് പിടിച്ചു. അപ്പോൾ ജഡില ഓടി വന്നു. രാധയുടെ മുഖപടം ഉയർത്തി. 1000 ചന്ദ്രന്മാരെക്കാൾ മനോഹരമായ ശോഭയുള്ള മുഖം. അപ്പൊ ജഡില വന്ന് എന്ത് ചെയ്തു? ആ രാധാറാണിയുടെ മുഖത്ത് തന്റെ കൈകൾ അമർത്തിയിട്ട് സ്നേഹത്തോടെ വിളിച്ചു, രാധേ, എന്റെ മോളെ. എന്നിട്ട് കുടിലയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കുടിലേ, നിന്റെ സഹോദരൻ ഒടുവിൽ ഒരു സ്വർണ്ണ താമരയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഈ ഭൂമിയിലില്ല. അപ്പൊ കുടില ഓടി വന്നു. അവര് രണ്ടുപേരും രാധാജിയുടെ മുഖത്ത് തങ്ങളുടെ കൈകൾ ചേർത്ത് വെച്ച് തലോടി. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന പെണ്ണുങ്ങൾ ഉറച്ചു പറഞ്ഞു, രാധാറാണി കീ ജയ്. പലരും രാധാറാണിക്ക് ആശംസകൾ നേർന്നു. എന്നും സൗഭാഗ്യവതിയായിരിക്കട്ടെ, ദീർഘ സുമംഗലിയായിരിക്കട്ടെ. അങ്ങനെ ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുകയാണ്. അതേ, രാധാറാണി വലത് കാല് വെച്ച് ആ വീട്ടിലേക്ക് കയറി. ആ സമയത്ത് മന്ത്രങ്ങൾ മുഴങ്ങി, ഹോമവും ആരംഭിച്ചു. അങ്ങനെ രാധാറാണിയെ നേരം കുറെ കഴിഞ്ഞപ്പോൾ ദായിമ കൊണ്ടുചെന്ന് അയന്റെ മുറിയിലേക്ക് ഇരുത്തി. ഇതാ നേരം രാത്രിയാകാൻ തുടങ്ങിയിരിക്കുന്നു. രാധാറാണിയുടെ ആദ്യ രാത്രി തുടങ്ങാൻ ദായിമ വന്നു. രാധാറാണിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ദായിമ പറഞ്ഞു, മോളെ, ഞാൻ ചെന്ന് അയനെ പറഞ്ഞു വിടാം, ഞാൻ ചെന്ന് അയനെ പറഞ്ഞു വിടാം മോളെ. ദായിമ പുറത്തേക്ക് പോയി. അയന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ചെല്ലൂ, ഞങ്ങളുടെ കന്നി അവിടെ തനിച്ചാണ്, ചെല്ലൂ. അപ്പൊ ജഡിലയും കുടിലയും വന്നിട്ട് പറഞ്ഞു, അയൻ
നീ ചെല്ലൂ, സ്വർണ്ണ താമരയാണ് കാത്തിരിക്കുന്നത്, നീ ഭാഗ്യവാനാണ്, ചെല്ലൂ. ജഡിലെയും കുടിലെയും കൂടെ അയന്റെ കൈ പിടിച്ച് രാധാറാണിയുടെ മുറിയുടെ അകത്തേക്ക് കൊണ്ടുചെന്നു. അങ്ങനെ അയൻ അതിനകത്ത് കയറി. കതവുകൾ ജഡിലെയും കുടിലെയും കൂടെ ചേർന്ന് ഇങ്ങനെ വലിച്ചടച്ചു. ആദ്യ രാത്രി, രാധാജിയുടെയും അയന്റെയും ആദ്യ രാത്രി. അതേ, അയന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്, അയന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. ഞാൻ അമാവാസ്യയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ അമാവാസ്യയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി രാധയോടൊത്ത് ശയിക്കില്ല. ഞാൻ അമാവാസ്യയുടെ അടുക്കലെത്തും, അവളോടൊത്ത് ശയിക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. രാധാറാണിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്, രാധാറാണിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. കണ്ണൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവന്റെ അനുവാദമില്ലാതെ ആരും തൊടില്ലെന്ന്. പക്ഷേ തന്നെ വിവാഹം കഴിച്ച അയനതാ തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇനി നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ നെഞ്ചോട് അവൻ തന്നെ ചേർക്കും. അതെ, ഞാൻ അവന്റെ കൈകളിൽ ഒതുങ്ങും. പിന്നെ സംഭവിക്കുന്നത് എന്നെ അവൻ കവർന്നെടുക്കും. എനിക്കത് വയ്യ. രാധാജിയുടെ നെഞ്ചിടിപ്പ് കൂടി, അയന്റെയും നെഞ്ചിടിപ്പ് കൂടി. ആദ്യ രാത്രി ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഇതെങ്ങനെയാണ് അയന് രാധാറാണിയെ ഇരുത്തിയിട്ട് അമാവാസ്യയുടെ അടുക്കലേക്ക് പോകാൻ പറ്റുന്നത്? അയനാകെ വിഷമിച്ചു നിൽക്കുന്നു, രാധാറാണി അതിനേക്കാൾ വിഷമിച്ചു നിൽക്കുന്നു. കാണാം. കണ്ണൻ തന്റെ വാക്ക് പാലിക്കുമോ? സത്യമാകുമോ? കാണാം. അടുത്ത ചൊവ്വാഴ്ച രാധാജി അനുഗ്രഹിച്ചാൽ ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.